ഹായ് കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സാഹിത്യ മാതൃകകൾ എന്ന പുസ്തകത്തിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആണ് നിലാവ് കോരിക്കുടിച്ച കള്ളിമുൾ ചെടികൾ മരുഭൂമിയുടെ ആത്മകഥയെന്ന് ബി മുസാഫിർ മുഹമ്മദ് എഴുതിയതാണ്. അപ്പോൾ യാത്രാ വിവരണമാണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് യാത്രാ വിവരണം. സഞ്ചാര സാഹിത്യം ആകർഷകമായ ഒരു സാഹിത്യ രൂപമാണ്. എഴുത്തുകാരൻ സമ്മതിക്കുന്ന മേഖലകളെയും വൈയക്തികമായി ഉണ്ടാക്കുന്ന അനുഭവങ്ങളെയും അതിൽ പ്രതിപാദിക്കുന്നു. വിജ്ഞാനവും വിനോദവും ഉൾച്ചേർന്ന സാഹിത്യരൂപമാണ് മികച്ച സഞ്ചാര സാഹിത്യ കൃതികളിൽ ആത്മനിഷ്ഠതയും വസ്തുനിഷ്ഠതയും ഒരുപോലെ അടങ്ങിയിരിക്കുന്നു. ആത്മനിഷ്ഠതയിലൂടെ ഉളവാകുന്നത് എഴുത്തുകാരൻ്റെ സ്ഥാനുഭവ പ്രതിപാദനമായിരിക്കും. മഹത്തായ ഒരു സാംസ്കാരിക ഇടപെടലാണ് ഓരോ സഞ്ചാര സാഹിത്യകാരനും സാധ്യമാകുന്നത്. അനേകം വൈജ്ഞാനിക മണ്ഡലങ്ങളുമായുള്ള സൗഹൃദവും അയാൾക്ക് കിട്ടുന്നുണ്ട് ഇതുവഴി. BC 8-ാം ശതകത്തിൽ എഴുതിയ ഗിൽഗമേഷ് എന്ന സഞ്ചാര സാഹിത്യ കൃതിയിൽ പരിഗണിക്കപ്പെടുന്നു. പാറമേക്കൽ തോമക്കത്തനാർ 1736-99 എഴുതിയ വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യ കൃതി. മലയാളത്തിൽ സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതിയായി അറിയപ്പെടുന്നത് SK പൊറ്റക്കാടുമാണ്. ബി മുസാഫിർ അഹമ്മദിൻ്റെ മരുഭൂമിയുടെ ആത്മകഥ എന്ന സഞ്ചാര സാഹിത്യ കൃതിയിൽ നിന്നെടുത്തതാണ് പാഠഭാഗം. സൗദി അറേബ്യയിലെ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് നടത്തിയ യാത്രകളുടെ വിവരണമാണിത്. ഈ ഭാഗത്ത് മരുഭൂമിയിലെ നിലാവ് നിറഞ്ഞ രാത്രിയുടെ ദൃശ്യങ്ങളും അസ്തമയ കാഴ്ചകളും അസുലഭമായ വിവരണാത്മക കൗശലത്തോടെ ലേഖകൻ അനുഭവപ്പെടുത്തിയിരിക്കുന്നു. അത്യന്തം കാവ്യാത്മകം, അതേസമയം അതിൻ്റെ ഗതകാല ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. സംസ്കാരത്തിലേക്കും ഉൾക്കാഴ്ച നൽകുന്നതുമാണ് ലേഖകൻ്റെ ഈ വിവരണം. മുസാഫിർ അഹമ്മദ് 1968 മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും നിരവധി പ്രശസ്തരുമായ അഭിമുഖം നടത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 13 വർഷത്തെ സൗദി അറേബ്യ ജീവിതാനുഭവങ്ങളും യാത്രാനുഭവങ്ങളുമാണ് മരുഭൂമിയുടെ ആത്മകഥ എന്ന സഞ്ചാര സാഹിത്യ കൃതിക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ഈ കൃതിക്ക് 2010 മികച്ച സഞ്ചാര സാഹിത്യ കൃതിക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഇതിൻ്റെ തുടർച്ചയാണ് മരുമരങ്ങൾ എന്ന കൃതി. 6 വർഷം മാധ്യമ ദിനപത്രത്തിൽ ജോലി ചെയ്ത് ജിദ്ദയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന മലയാള ന്യൂസ് ദിനപത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി മരുഭൂമിയുടെ ആത്മകഥ, മരുമരങ്ങൾ, വേലിക്കും വിളവിനും കവിതകൾ, കവിതകളാണ്. മുറിവുകളുടെ പെണ്ണിനെ, പാലസ്തീൻ ഇറാഖ് പെൺ കവിതകൾ വിവർത്തനമാണ്. ഏകധാരയിലെ പാട്ടുപാലങ്ങൾ. കഥാസന്ദർഭം: മരുഭൂമിയിലെ നിലാവ് നിറഞ്ഞ ഒരു രാത്രിയുടെ ഓർമ്മയാണ് പാഠഭാഗം. വടക്കൻ സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ തമ്പിടിച്ച് കഴിഞ്ഞ ഒരു രാത്രിയാണ് സന്ദർഭം. മരുഭൂമിയിലെ മണലിൽ വെള്ളിയും സ്വർണവും പ്രകാശിക്കുന്നത് പോലെ മണൽത്തരികൾ നിലാവിൽ പ്രഭ ചൊരിയുന്നു. ആ തിളക്കം മരുഭൂമിയിലെ നിത്യനൂതന തിളക്കത്തെ ഓർമ്മിപ്പിക്കുന്നു. ചന്ദ്രപ്രഭ മരുഭൂമിയിലാകെ ഒഴുകി നടക്കുമ്പോൾ മരുഭൂമി കടലായി ഇളകുന്നത് പോലെ തോന്നും. മരുകടൽ എന്ന പ്രയോഗം ഈ വിഭ്രാത്മകതയിൽ നിന്നുണ്ടായതാണ്. നിലാവ് വീണ് കിടക്കുന്ന കള്ളിമുൾച്ചെടികൾ, ഇലകളും മുൾകല്ലുകളും ഉൾപ്പെടെ എഴുന്നു നിൽക്കുന്ന ഈ കാര്യത്തെപ്പറ്റി പ്രായമുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ ചെടികളും മനുഷ്യരെ പോലെ ദൈവസൃഷ്ടികളാണെന്നും അവയ്ക്കും വികാരങ്ങളുണ്ടെന്നുമായിരുന്നു മറുപടി. പുലർച്ചെ ചെടികളിലെ ഇലകളിലും മുള്ളുകളിലുമുള്ള ജലം കണ്ടാൽ രാത്രി മുഴുവൻ അവ നിലാവ് കോരി കുടിക്കുകയും പുലർ സൂര്യനൊപ്പം അത് വിയർപ്പായി മാറുകയുമായിരുന്നു എന്ന് തോന്നും. മരുഭൂമിയിലെ അസ്തമയവും മറ്റൊരനുഭവമാണ്. റിയാദിൽ നിന്നും ദമാമിലേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അസ്തമയ സമയത്ത് ഒരു കൗമാരക്കാരി ആട്ടിൻപറ്റങ്ങളെ തെളിച്ച് ഒരു എണ്ണച്ചായ ചിത്രം പോലെ കാണപ്പെട്ട രംഗം മറക്കാനാവില്ല. അവൾ ആരാണെന്ന് അന്വേഷിക്കുന്നതിൽ പ്രസക്തിയില്ല. അത്തരം മുഖങ്ങൾ പ്രകൃതിയിൽ എവിടെയോ
വിലയിച്ചു പോയിരിക്കും. മരുഭൂമിയിൽ സൂര്യൻ അസ്തമിക്കും. ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് അപ്രകാരം പെട്ടെന്നൊരു മരുകാട്ടിൽ കുടുങ്ങി തപ്പിത്തടഞ്ഞ് അകലെ നിർത്തിയ വാഹനത്തിലെ വെളിച്ചമുള്ള ഹൈവേയിലോ എത്തിയ അനുഭവമുണ്ട്. എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള കാഴ്ച വളരെ രസകരമാണ്. അസ്തമയരശ്മികൾ മണൽപ്പരപ്പിൽ അനേകം പാതകൾ തീർക്കും. ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും അവയെ തെളിച്ചു കൊണ്ട് പോകുന്നവരും നിഴലുകളായി മാറും. ആ കാഴ്ച മനുഷ്യൻ കടന്നുവന്ന പല വഴികളെയും ഓർമ്മിപ്പിക്കുന്നു. മണമായും കാൽപ്പാടുകളായും ഇലകളായും കിളിക്കരച്ചിലുകളായും ഒട്ടകക്കുളമ്പടികളായും മെല്ലെയുള്ള അടയാളങ്ങൾ സൂചനകളും ഒരു മരുഭൂമിയിലെ സഞ്ചാരത്തിൽ പ്രധാനമാണ്. ഇത്തരം അടയാളങ്ങൾ നോക്കി എത്രയോ മനുഷ്യർ പാതകളിലൂടെ സഞ്ചരിക്കുന്നു. പാതി വഴിയിൽ വീണുടഞ്ഞു പോയ ചിലർ ഫോസിലുകളും പരലുകളുമായി മരുഭൂമിയുടെ അനന്തമായ ഈ ഊർജക്കനി പോഷിപ്പിച്ച് കഴിയുന്നു. മരുഭൂമിയിൽ ഒരു കാൽപ്പാട് പോലും ഫോസിലുകളെ ഓർമ്മിപ്പിക്കും വിധം ഏറെ നാൾ മായാതെ കിടന്നേക്കാം. ചിലപ്പോൾ മണലിൽ പതിയും മുമ്പ് കാൽപ്പാടുകൾ മാഞ്ഞു പോയെന്നും വരാം. നിരന്തരമായ കാലാവസ്ഥാ മാറ്റങ്ങളിൽ മരുപ്പച്ചകൾ പോലും അപ്രത്യക്ഷമായ സംഭവങ്ങളുണ്ടത്രേ. കിണറുകളും പുഴകളും മരുഭൂമിയും വക്കിലൂടെ ഒഴുകിയിരുന്ന കടൽ പോലും ഇങ്ങനെ അപ്രത്യക്ഷമായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. റിയാദിൽ നിന്നും അകലെയല്ലാതെ റഗ്ബ എന്ന മരുഭൂമി ഗ്രാമത്തിൽ നിന്ന് 30 വർഷങ്ങൾക്കുള്ളിൽ 2 കുറ്റൻ നദികൾ അപ്രത്യക്ഷമായി. കശുമുൽ ഹിസൻ കുതിരമൂക്ക് പുഴ, ഖുവൈറ അൽ സൈദ് പാതി തണുപ്പുള്ള വെള്ളമുള്ള വെളുത്ത പുഴ എന്നിവയാണവ. ഈ പുഴകളെ വർണ്ണിച്ചെഴുതിക്കൊണ്ടിരുന്ന 17 കവികളും 3 കവിയത്രികളും ഈ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് പുഴകളെക്കുറിച്ച് എഴുതുന്ന ഒരു കവി പോലും റഗ്ബയിലില്ല. സാധാരണ യാത്രാ വിവരണ കൃതികളിൽ നിന്നും വ്യത്യസ്തമായി അത്യന്തം കാവ്യാത്മകമാണ് മുസാഫർ അഹമ്മദിൻ്റെ പ്രതിപാദനം. സൗദിയിലെ ഉൾനാടുകളിലൂടെയുള്ള ഈ വിവരണം നാടിൻ്റെ യഥാർത്ഥ ചിത്രം നമ്മിലെത്തിക്കുന്നു. മാത്രമല്ല ഓരോ പ്രകാശത്തിൻ്റെ സവിശേഷതകൾ, സംസ്കാരം, ചരിത്രം ഇവയെല്ലാം ലേഖകൻ അനുവാചകർക്ക് പകർന്നു നൽകുന്നുണ്ട്. ഇങ്ങനെ ആ നാടുകളും അവിടുത്തെ അപൂർവ കാഴ്ചകളും കണ്ട പ്രതീതിയോടൊപ്പം ആ നാടിനെ പറ്റിയുള്ള സമഗ്ര വിജ്ഞാനവും നമ്മുടെ മുമ്പിലെത്തിക്കുന്നുണ്ട് ലേഖകൻ. ഒരു സഞ്ചാര സാഹിത്യകൃതി നിർവഹിക്കേണ്ട ഈ ധർമ്മങ്ങളെല്ലാം പിന്തുടർന്നതാണ് മുസാഫർ അഹമ്മദിൻ്റെ കൃതി എന്നതിന് ഈ പാഠഭാഗം മതിയായ തെളിവ് നൽകുന്നു. ഒരു ചിത്രകാരൻ്റെ സൂക്ഷ്മതയോടെയാണ് ഇതിലെ ഓരോ ഭാഗവും അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിലെ റീക്യാപ്പ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചന്ദ്രപ്രഭ മരുഭൂമിയിലാകെ ഒഴുകി നടക്കുമ്പോൾ മരുഭൂമി കടലായി ഇളകുന്നത് പോലെ തോന്നും. മരുക്കടൽ എന്ന പ്രയോഗം ഈ വിഫ്രഗ്നതയിൽ നിന്നുണ്ടായതാണ്. പുലർച്ചെ ചെടികളിലോ ഇലകളിലോ മുള്ളുകളിലുമുള്ള ജലം കണ്ടാൽ രാത്രി മുഴുവൻ അവ നിലാവ് കോരി കുടിക്കുകയും പുലർസൂര്യനൊപ്പം അത് വിയർപ്പായി മാറുകയും ആയിരുന്നു എന്ന് തോന്നും. റിയാദിൽ നിന്ന് ദമാമിലേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അസ്തമയം കാണുവാനും ഒരു കൗമാരക്കാരി ആട്ടിൻപറ്റങ്ങളെ തെളിച്ചൊരു എണ്ണച്ചായ ചിത്രം പോലെ കാണപ്പെട്ട രംഗമായി നമുക്ക് മറക്കാനാവില്ല എന്നാണ് പറയുന്നത്. മരുഭൂമിയിൽ സൂര്യൻ അസ്തമിക്കുക ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ്. അസ്തമയ രശ്മികൾ മണൽപ്പരപ്പിൽ അനേകം പതാകകൾ തീർക്കും. ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും അവയെ തെളിച്ചു കൊണ്ട് പോകുന്നതുവരെയും നിഴലുകളായി മാറും. ആ കാഴ്ച മനുഷ്യൻ കടന്നു വന്ന പല വഴികളെയും ഓർമ്മിപ്പിക്കും. മണമായും കാൽപ്പാടുകളായും ഇലകളായും കിളിക്കരച്ചിലുകളായും ഒട്ടകങ്ങളുടെ കുളമ്പടിയായും എല്ലാമുള്ള അടയാളങ്ങളും സൂചനകളും സഞ്ചാരത്തിൽ പ്രധാനമാണ്. മരുഭൂമിയിൽ ഒരു കാൽപ്പാട് പോലും ഫോസിലുകളെ ഓർമ്മിപ്പിക്കും വിധം ഏറെ നാൾ മായാതെ കിടന്നേക്കാം. ചിലപ്പോൾ മണലിൽ പതിയും മുമ്പ് ഒട്ടകത്തിൻ്റെ കാൽപ്പാടുകൾ മാഞ്ഞുപോയെന്നും വരാം. റിയാദിൽ നിന്നും അകലെയല്ലാതെ റഗ്ബ എന്ന മരുഭൂമി ഗ്രാമത്തിൽ നിന്ന് 30 വർഷങ്ങൾക്കുള്ളിൽ 2 കുറ്റൻ നദികൾ അപ്രത്യക്ഷമായി. കശുമുൽ ഹിസാൻ കുതിരമുക്ക് പുഴ, ഖുബൈറ അൽ സൈദ് പാതി തണുപ്പുള്ള വെള്ളമുള്ള വെളുത്ത പുഴ എന്നിവയാണ്
നഷ്ടപ്പെട്ട നദികൾ. നമുക്കിതിലെ ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. മലയാളത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യ കൃതി ഏത്? വർത്തമാന പുസ്തകം, പാറമക്കൾ, തോമ കത്തനാർ. മലയാളത്തിൽ സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതിയായി അറിയപ്പെടുന്നത് ആര്? എസ്.കെ. പൊറ്റക്കാട്. മരുഭൂമിയിലെ രാത്രി ദൃശ്യം ലേഖകൻ വർണ്ണിക്കുന്നത് എങ്ങനെ? രാത്രിയിലെ നിലാവ് മരുഭൂമിയിലാകെ ഒഴുകി നടക്കുമ്പോൾ മരുഭൂമി കടലായി ഇളകുന്നത് പോലെ തോന്നുന്നു എന്നാണ്. നാലാമത്തത്, മരുക്കടൽ എന്ന പ്രയോഗത്തിന് അടിസ്ഥാനം എന്ത്? രാത്രിയിലെ നിലാവ് മരുഭൂമിയിലെ കടൽ പോലെ തോന്നിപ്പിക്കും. മരുകടൽ എന്ന പ്രയോഗം ഈ വിശ്വാത്മകതയിൽ നിന്നുണ്ടായതാണ്. 5. കള്ളിമുൾച്ചെടികളിലെ ജലാംശത്തെ പറ്റി ലേഖകന്റെ ഭാവന എന്ത്? രാത്രി മുഴുവൻ അവ നിലാവ് കോരിക്കുടിക്കുകയും പുലർ സൂര്യനൊപ്പം അത് വിയർപ്പായി മാറുകയുമായിരുന്നു എന്ന് തോന്നും. 6. മരുഭൂമിയിലെ അസ്തമയ ദൃശ്യത്തിൻ്റെ സവിശേഷത എന്ത്? അസ്തമയ രശ്മികൾ മണൽപ്പരപ്പിൽ അനേകം പതാകകൾ തീർക്കും. ഒട്ടക കൂട്ടങ്ങളും ആട്ടിൻ പറ്റങ്ങളും അവയെ തെളിച്ചു കൊണ്ടു പോകുന്നവരും നേലുകളായി മാറും. 7ാമത്തെ ക്വസ്റ്റ്യൻ, മരുഭൂമിയിലെ കാൽപ്പാടുകൾ മായാതെ എന്തുപോലെയാണ് കാണപ്പെടുന്നത്? ഫോസിലുകൾ പോലെയാണ് കാണപ്പെടുന്നത്. 8. മരുഭൂമിയിൽ അടയാളങ്ങളുടെ പ്രാധാന്യം എന്ത്? ചിലപ്പോൾ മണലിൽ പതിയും മുമ്പ് കാൽപ്പാടുകൾ മാഞ്ഞു പോയെന്ന് വരാം. ചിലപ്പോൾ ഫോസിലുകൾ പോലെ മായാതെയും കാണാം. 9. മനുഷ്യൻ കടന്നു വന്ന പല വഴികളും ലേഖകനെ ഓർമ്മിപ്പിച്ച ദൃശ്യം എന്തായിരുന്നു? മരുഭൂമിയിലെ അസ്തമയ സമയത്തെ ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും നേലുകളായി മാറും. ആ കാഴ്ച മനുഷ്യൻ കടന്നു വന്ന പല വഴികളെയും ഓർമ്മിപ്പിക്കും. 10. റിയാദിൽ റഗ്ബ എന്ന മരുഭൂമിയിൽ നിന്ന് 30 വർഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായ നദികളേതെല്ലാം? കശ്മുൽ ഇസാൻ കുതിരമുക്ക് പുഴ, കുവൈറ അൽ സെയ്ദ് പാതി തണുപ്പുള്ള വെള്ളമുള്ള വെളുത്ത പുഴ. അടുത്ത് നോക്കുന്നത് യൂണിറ്റ് 3 ആണ്. ചീവിടുകൾ ചിലയ്ക്കാൻ മറക്കുമ്പോൾ നദി തിന്നുന്ന ദ്വീപ്. കെ.എ. ബീന എഴുതിയതാണ്. കേരളത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന നിരവധി സമരങ്ങളും ദൃശ്യങ്ങളും നാം കണ്ടിട്ടുണ്ട്. എൻഡോസൾഫാൻ ദുരന്തത്തിൽപ്പെട്ട ജനതയെയും പരിസ്ഥിതിയും നാം വേദനയോടെ നോക്കിക്കണ്ടു. നിരവധി പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ എൻഡോസൾഫാൻ നിരോധിച്ചു. ഇതുപോലെ 1980കളിൽ കേരളത്തിലുണ്ടായ ഒരു സമരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ലേഖനം. മലയാളത്തിലെ പ്രശസ്തയായ സഞ്ചാര സാഹിത്യകാരിയാണ് കെ.എ. ബീന. സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ ബീന നടത്തിയ റഷ്യൻ പര്യടനത്തെ ആസ്പദമാക്കി 1981 പ്രസിദ്ധീകരിച്ച ബീന കണ്ട റഷ്യയാണ് ആദ്യ പുസ്തകം. കേരള കൗമുദി, കലാകൗമുദി, ഗൃഹലക്ഷ്മി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ചു. ആനുകാലികങ്ങളിൽ കോളങ്ങളും കഥകളും ലേഖനങ്ങളും എഴുതുന്നു. പ്രകൃതി നൽകുന്ന വൈകാരിക അനുഭൂതി പകരുന്ന യാത്രാ അനുഭവങ്ങളാണ് കെ.എ. ബീനയുടെ നദി തിന്നുന്ന ദ്വീപ് എന്ന ഈ യാത്രാക്കുറിപ്പ്. യാത്രാക്കുറിപ്പുകളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആഖ്യാനങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാകും. കാരണം പുരുഷൻ്റെയും സ്ത്രീയുടെയും ജീവിതങ്ങൾ തമ്മിലുള്ള വൈജാത്യങ്ങൾ യാത്രയിലും ജീവിതയാത്രയിലും പ്രതിഫലിക്കുന്നു. സ്ത്രീരചനകൾ സ്നേഹവും ലാവണ്യവും കരുത്താകുമ്പോൾ പുരുഷരചനകൾ അനുഭവവും നിരീക്ഷണവും കൊണ്ട് ശ്രദ്ധേയമാകുന്നു. പ്രകൃതിയും വൈകാരിക അനുഭൂതികളുമാണ് സ്ത്രീ യാത്രാ വിവരണങ്ങളെ സമ്പുഷ്ടമാക്കാറുള്ളത്. എന്നാൽ ലേഖികയുടെ അഭിപ്രായം തൻ്റെ യാത്രാ വിവരണ ലേഖനങ്ങളിലൂടെ പ്രകൃതി നൽകുന്ന വൈകാരിക അനുഭൂതി യാത്രക ആസ്വാദകർക്ക് പകർന്നു തരുന്നു. കേരളത്തിനുള്ളിൽ നടത്തിയ ചില യാത്രയുടെ വിവരണങ്ങളുമുണ്ട്. കെ. ബാലകൃഷ്ണൻ്റെ സഹ്യ സാനുക്കളിൽ, എൻ. ശ്രീകണ്ഠൻ നായരുടെ രണ്ടിലെയും ഒരു തിരിയും, D.H. ചെന്താശ്ശേരിയുടെ കേരളത്തിൻ്റെ മലർവാടി, അങ്ങനെ തുടങ്ങിയവ. അപ്പോൾ നമ്മുടെ ബീനയുടെ ബുക്കുകൾ, പ്രധാന കൃതികൾ: ബ്രഹ്മപുത്രയിലെ വീർ, ചുവടുകൾ, ബഷീർ എന്ന അനുഗ്രഹം, ബഷീറിൻ്റെ കത്തുകൾ,
സമാഹരണം. ചരിത്രത്തെ ചിറകിലേറ്റിയവർ. റേഡിയോ കഥയും കലയും. കൗമാരം കടന്നു വരുന്നത് അമ്മമാർ അറിയാത്തത്. അമ്മക്കുട്ടിയുടെ അത്ഭുതങ്ങൾ. പെരുമഴയത്ത് സ്മരണയാണത്. എന്നാണ് ഗീതാനിദ്ര കഥയുമാണ്. കഥാസന്ദർഭത്തിലോട്ട് നമുക്ക് പോകാം. നദി തിന്നുന്ന ദ്വീപെന്ന കെ എ ബീനയുടെ യാത്രാവിവരണ ഗ്രന്ഥത്തിലെ ചീവിടുകൾ ചിലയ്ക്കാൻ മറക്കുമ്പോൾ എന്ന ലേഖനമാണ് ഇവിടെ പാഠ്യഭാഗം. മൗനത്തിൻ്റെ മേടുകളിലേക്ക് യാത്ര തുടങ്ങുന്നതിന് ആവേശത്തോടെ ആത്മാവ് അതിന് പരിചിതമായ ഭാഷ വീണ്ടെടുത്തതായി ലഗിയയ്ക്ക് അനുഭവപ്പെടുന്നു. സൈലന്റ് വാലിയിലെ സൈലന്റ് വാലിയെ അവൾ അറിയുകയായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കാടിൻ്റെ വന്യതയിലെ അലിയാനുള്ള മോഹം എഴുത്തുകാരുടെ മനസ്സിനെ കൊത്തിവലിക്കാൻ തുടങ്ങിയതാണ്. എന്നെ നസീറിൻ്റെ കാടും ഫോട്ടോഗ്രാഫറും എന്ന കൃതി വായിച്ച് ഉന്മാദം പൂണ്ട് കാട്ടുസ്വപ്നങ്ങളുടെ പിടിയിൽപ്പെട്ട് പോവുകയായിരുന്നു. ആഗ്രഹിക്കുന്നതൊക്കെ കാട് സത്യമാക്കുമെന്ന നസീറിൻ്റെ വരികൾ സത്യമായി കേരളം കാണാനെത്തുന്ന കാശ്മീരി പത്രപ്രവർത്തക സംഘത്തോടൊപ്പം സൈലന്റ് വാലിയിലേക്ക് ടൂർ ഓർഡർ ലഭിക്കുന്ന ലേഖിക അതിൽ വളരെ സന്തോഷിക്കുന്നു. സൈലന്റ് വാലി വെറുമൊരു കാടല്ല, അതൊരു പുണ്യഭൂമി തന്നെയാണ്. കേരളീയന് പ്രകൃതി നൽകിയ സ്വകാര്യ അഹങ്കാരം. പ്രകൃതിക്ക് വേണ്ടി ലോകത്തിൽ തന്നെ നടന്ന അപൂർവ സമരത്തിൻ്റെ വിജയകഥയാണ് നിത്യഹരിതവനത്തിൻ്റെ നിശബ്ദതയിലേക്ക് കയറുമ്പോൾ ലേഖയ്ക്ക് ഓർമ്മ വരുന്നത് കുന്തിപ്പുഴയുടെ കുറുകെ സൈരന്ധ്രിയിൽ അണക്കെട്ടുണ്ടാക്കി മഹാമൗനത്തിൻ്റെ പ്രാപഞ്ചിക സ്വത്തിൻ്റെ തനിമകളിലേക്ക് കടന്നു കയറാൻ തീരുമാനിച്ചവർക്കെതിരെ ഒരു നാട് ഒന്നിച്ചു നിന്ന് പൊരുതി നേടിയ കാടാണ് സൈലന്റ് വാലി. അണക്കെട്ടുകൾക്കെതിരെ മുൻപുണ്ടായ സമരങ്ങളൊക്കെ മനുഷ്യരുടെ കുടിക്കിടപ്പ് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ സൈലന്റ് വാലി സമരം കാടിനും കാട്ടിലെ ജീവികൾക്കുമായി മനുഷ്യൻ നടത്തിയ സമരമായിരുന്നു. എഴുത്തുകാരും കലാകാരന്മാരും തുടങ്ങിയ എല്ലാവരും 6-7 വർഷം തുടർച്ചയായി പൊരുതി വിജയം നേടി. സൈലന്റ് വാലി സമര വിജയത്തിന് ശേഷമുണ്ടായ ചിന്തയാണ് പരിസ്ഥിതിക്കാണോ വികസനത്തിനാണോ നാം പ്രാധാന്യം നൽകേണ്ടതെന്ന്. ചിന്ത ഇന്നും പ്രസക്തമാണ്. ചർച്ചകൾ ഇന്നും തുടരുന്നു. സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അതിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത വളരെയധികം പേരുണ്ട്. ലച്ചിയപ്പനെ പോലെയുള്ള ആദിവാസികളുമുണ്ട്. 1980കളിൽ നടന്ന സമരത്തിന് ശേഷം 1984 സൈലന്റ് വാലി ദേശീയ പാർക്കായി മാറി. മരങ്ങൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യരാണ് നന്ദി പറയാൻ കിട്ടുന്ന അപൂർവ അവസരമായിരുന്നു അത്. അങ്ങനെ അതൊരു തീർത്ഥ ഭൂമിയായി. ലഗിയുടെ ഒപ്പമുള്ള റെനി നന്മയുടെയും അറിവിൻ്റെയും നേരിൻ്റെയും കാട് പോലെ കാടിനോട് നിറഞ്ഞ പ്രണയമുള്ള ഒരു മനുഷ്യജീവിയായിരുന്നു. അവിടേക്കുള്ള മോശം റോഡ് പോലും കാടിൻ്റെ ശാന്തതയ്ക്ക് നല്ലതാണെന്ന അഭിപ്രായമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കാടിൻ്റെ നിശബ്ദതയെ പോലും അവർ ആദരിക്കുന്നു. 5 കോടി വർഷം പഴക്കമുണ്ട് ഈ കാടിന്. മനുഷ്യൻ നാശം വരുത്താത്ത ഒരു കാട്. മിക്ക കാടുകളിലും ആദിവാസികൾ ഉണ്ടാകും. പക്ഷേ സൈലന്റ് വാലിയിൽ ഒരു കാലത്തും മനുഷ്യവാസം ഉണ്ടായിട്ടില്ല. ലോകത്ത് തന്നെ ഇത് അപൂർവമാണ്. പ്രകൃതി തന്നെ സ്വയം സംരക്ഷണം തീർക്കുകയായിരുന്നു. പണ്ട് ബ്രിട്ടീഷുകാർ കാപ്പിത്തോട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ച് പരാജയമടഞ്ഞു. വിർജിൻ, അൺടച്ചഡ് എന്നൊക്കെ ഈ കാടിനെ വിളിക്കാറുണ്ട്. അജ്ഞാതവാസകാലത്ത് കുന്തിദേവി ദ്രൗപദിയുമൊത്ത് ഇവിടെ വന്നിരുന്നുവെന്നും ഐതിഹ്യം. ദ്രൗപദിയുടെ അപരനാമമായ സൈരന്ധ്രി എന്നായിരുന്നു വനത്തിൻ്റെ ആദ്യ പേര്. ബ്രിട്ടീഷുകാർക്കത് പറയാൻ കഴിയാത്തതിനാൽ സൈലന്റ് വാലി എന്നാക്കിയെന്നും സദാ ചിലയ്ക്കുന്ന ചീവിടുകളില്ലാത്ത കാടായതിനാൽ നിശബ്ദ താഴ്വര എന്ന അർത്ഥത്തിൽ സൈലന്റ് വാലി എന്നിട്ടതാകാമെന്നും അഭിപ്രായമുണ്ട്. കുന്തിദേവിയുടെ ഓർമ്മയായി കുന്തിപ്പുഴ. പാത്രക്കടവ് ദ്രൗപദിയുടെ അക്ഷയപാത്രത്തിൻ്റെ ഓർമ്മയായും കരുതുന്നു. മനുഷ്യൻ്റെ ശബ്ദം പ്രതിധ്വനിക്കാത്ത ഇടം എന്നും പേരിനു പിന്നിലെ കഥയായി കരുതുന്നു. സൈലന്റ് വാലി കാടിന് 2 സോണുകളുണ്ട്. ഉള്ളിൽ കോർ സോണും പുറമെ ബഫർ സോണും. വീടിന് മതിൽ പോലെ കോർ സോണിനെ ബഫർ സോണും സംരക്ഷിക്കുന്നു. അവിടേക്ക് എല്ലാവർക്കും പ്രവേശനമില്ല. കോർ സോൺ മൃഗങ്ങളുടെ സ്വന്തം സാമ്രാജ്യമാക്കി നൽകി മനുഷ്യൻ മാറി നിൽക്കുന്നു. നിലത്ത് വീണ ഒരു ഇല പോലും തൊടാതെ ഒടിഞ്ഞു വീഴുന്ന മരങ്ങളെ മണ്ണിലരിഞ്ഞ് ചേർത്ത് ആവാസ വ്യവസ്ഥയ്ക്ക് സന്തുലനം നിലനിർത്താൻ മനുഷ്യൻ ചിലപ്പോൾ
ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്നു. സൈലന്റ് വാലി അത്തരമൊന്നാണ്. കോർസോണിൽ വഴിതാരകളെ പോലും വന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് റെനി പറയുന്നു. കോർസോണിനെ മൂലക്ഷേത്രം പോലെ പരിപാവനമാക്കി സംരക്ഷിക്കുന്നു. പ്രകൃതിയെ മനുഷ്യൻ പണ്ടേ ആരാധിച്ചിരുന്നു. സൈലന്റ് വാലി കാണാതെ അത് കാണാനെത്തുന്നവർക്ക് ബഫർ സോൺ മാത്രമേ കാണാൻ കഴിയൂ. കാടിൻ്റെ അപാരമായ മൗനം, പ്രകൃതിയോട് വിലയം ചേരാൻ കഴിവുള്ളവർ, കാടിനോട് ധ്യാനാത്മകമായ സമീപനമുള്ളവർ എന്നിവർക്ക് മാത്രമേ ഈ കാട് ആനന്ദം നൽകൂ. ഇടതിങ്ങിയ ഈ കാട്ടിൽ വന്യജീവികളെ കാണുക എളുപ്പമല്ല. കാടിനെ അറിയാനും അനുഭവിക്കാനും ഇവിടെ കഴിയൂ. സിംഹവാലൻ കുരങ്ങുകളെ ധാരാളമായി കാണാം. വെടിപ്ലാവ് അവിടെ ഒരുപാടുള്ളത് കൊണ്ടാണ് ഈ സിംഹവാലൻ കുരങ്ങുകൾ അവിടെ ഉള്ളത്. നിത്യഹരിത വനമാണിത്. വലിയ മരങ്ങൾ, ഓർക്കിഡുകൾ, ഷഡ്പദങ്ങൾ, ചോലക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, പുൽമേടുകൾ, നിരവധി ഔഷധ സസ്യങ്ങൾ ഇവ ചേർന്ന ജൈവ വൈവിധ്യമാണ് സൈലന്റ് വാലിയെ സമ്പുഷ്ടമാക്കുന്നത്. സൈലന്തിയുടെ സൗന്ദര്യം കണ്ട് മതിമറന്ന് കാശ്മീരി പത്രപ്രവർത്തകൻ ഹാറൂൺ റഷീദ് ഷാ ഞാനിനി തിരിച്ചു പോകുന്നില്ല, ഈ സൈലന്റ് വാലിയിൽ ഈ ശിഷ്ടജീവിതം എന്ന് പ്രഖ്യാപിച്ചു. ഓരോരുത്തരും മനസ്സിൽ ആവാഹിക്കുകയായിരുന്നു ആ കാടിൻ്റെ അപൂർവമായ ശാന്തി, അപാരമായ അനുഗ്രഹം. കുന്തിപ്പുഴയുടെ വെള്ളച്ചാട്ടവും ഔഷധ സമ്പത്തും മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്നു. വാച്ച് ടവറിനടുത്തുള്ള മ്യൂസിയത്തിലുള്ള ചിത്രത്തിൻ്റെ തലക്കെട്ടുണ്ട് ദ മോസ്റ്റ് ഡേഞ്ചറസ് ക്രിയേച്ചർ ഓൺ എർത്ത്. ഒരു തിരിച്ചറിവിൻ്റെ തലക്കെട്ടാണത്. കാശ്മീരി പത്രപ്രവർത്തകർ ഒരുമിച്ച് പറയുന്നു, ഇത് അപൂർവമായ ഒരു അനുഭവമാണ്. ഞങ്ങൾ എല്ലാം തകർക്കുന്നു, നിങ്ങൾ ആത്മാവിലേറ്റി പരിപാലിക്കുന്നു. ഈ കാടുകളിലെ ഒരേ ഒരു ഭീഷണി കാട്ടുതീയാണ്. തീ പിടിച്ചാൽ മഴക്കാടുകളിൽ പെട്ടെന്ന് തീ പടരും. മരങ്ങളുടെ തൊലിക്കട്ടി കുറഞ്ഞതായതിനാൽ വേഗം തീ പിടിക്കും. പല നിറങ്ങളാൽ ധാരാളം മരങ്ങൾ, മനുഷ്യനെ പേടിക്കാതെ പാമ്പുകൾ ഇഴയുന്ന കരിയിലക്കൂട്ടങ്ങൾ, പാടിയാർക്കുന്ന പശുക്കൂട്ടങ്ങൾ, നിരവധി ഗന്ധങ്ങൾ. കാടിനെ തൊട്ടറിയുന്ന കാലുകളിലൂടെ ഇരച്ചെത്തുന്നത് വന്യമായൊരു ഊർജ സ്രോതസ്സാണ്. ഈ കാഴ്ചകൾ കണ്ട് റെനി കവിത ചൊല്ലുന്നു. ഇതിലെ വിശകലനം നമ്മളൊന്ന് വായിക്കണം. കാരണം കാട് സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയും ജൈവവൈവിധ്യത്തിൻ്റെ പരിപാലനവും ഒക്കെ ഏറ്റെടുക്കേണ്ടത് വരും തലമുറയാണെന്നും വരും തലമുറയുടെ സ്വത്താണ് കാടെന്നും അതിനാൽ സൈലന്റ് വാലിയിൽ സംഘടിപ്പിക്കുന്ന പ്രകൃതി പഠന ക്യാമ്പുകളിൽ കുട്ടികളെയാണ് കൂടുതൽ പങ്കെടുപ്പിക്കേണ്ടതെന്നും മടക്കയാത്രയിൽ ലേഖികയുടെ മനസ്സിൽ സങ്കടം നിറയുന്നതായും നിശബ്ദ താഴ്വരയുടെ ജലം നീർച്ചോലയിൽ നിന്നെടുത്ത ഒരു കുപ്പിവെള്ളം അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ വെള്ളം ഒരുപാട് കാര്യങ്ങൾ പറയും പോലെ തോന്നുന്നു. രഹസ്യങ്ങളുടെ പുരളായി, സത്യത്തിൻ്റെ ആനന്ദത്തിൻ്റെ മഹാധാരയായി അത് അവരിൽ നിറഞ്ഞൊഴുകി. ഇതായി ലേഖ രേഖപ്പെടുത്തുന്നു. ഇനിയും തിരിച്ചു വരേണ്ടി വരുമെന്നതിനാൽ അവർ ആ കാടിനോട് യാത്ര പറഞ്ഞില്ല. ഇനി റീക്യാപ്പ് നോക്കാം. പരിസ്ഥിതികവും സാമൂഹികവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളുടെ സാഹിത്യ രൂപമായ യാത്രാ വിവരണങ്ങളെ പരിചയപ്പെടുന്നു. സഞ്ചാര സാഹിത്യരംഗത്ത് കെ ബീനയുടെ സംഭാവനകൾ തിരിച്ചറിയുന്നു. സൈലന്റ് വാലി സമരത്തെക്കുറിച്ച് അറിയുന്നു. ആ കാടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. സൈലന്റ് വാലി വെറും ഒരു കാടല്ല, അതൊരു പുണ്യഭൂമി തന്നെയാണെന്നും കേരളീയന് പ്രകൃതി നൽകിയ സ്വകാര്യ അഹങ്കാരമാണ് സൈലന്റ് വാലി എന്നും പ്രകൃതിക്കും കാടിനും വന്യമൃഗങ്ങൾക്കും വേണ്ടി മനുഷ്യർ നടത്തിയ സമരത്തിൻ്റെ നന്മയെ തിരിച്ചറിയുന്നു. സൈലന്റ് വാലി കാടിനും അതിനുള്ളിലെ ജൈവ വൈവിധ്യവും മനസ്സിലാക്കുന്ന നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ ധാരാളമായി കാണാൻ വെടിപ്ലാവുള്ളത് കൊണ്ടാണ്. വലിയ മരങ്ങൾ, ഓർക്കിഡുകൾ, ഷഡ്പദങ്ങൾ, ചോലക്കാടുകൾ, ഇലപൊടിയും കാടുകൾ, പുൽമേടുകൾ, നിരവധി ഔഷധ സസ്യങ്ങൾ ഇവ ചേർന്ന ജൈവവൈവിധ്യമാണ് സൈലന്റ് വാലിയെ സമ്പുഷ്ടമാക്കുന്നത്. കുന്തിപ്പുഴയുടെ വെള്ളച്ചാട്ടവും ഔഷധ സമ്പത്തും മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്നു. കാടിനെ തൊട്ടറിയുന്ന കാലുകളിലൂടെ ഇരച്ചെത്തുന്നത് വന്യമായൊരു ഊർജ സ്രോതസ്സാണ്. സൈലന്റ് വാലി മനുഷ്യനെ കാട് എത്രത്തോളം അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. സൈലന്റ് വാലി കാടുകളിലെ ഒരേ ഒരു ഭീഷണി കാട്ടുതീയാണ്. തീ പിടിച്ചാൽ മഴക്കാടുകളിൽ പെട്ടെന്ന് തീ പടരും. ആവാസ വ്യവസ്ഥയുടെ സന്തുലനം നിലനിർത്താൻ മനുഷ്യൻ
ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്നത് ഇവിടെ കാണാം. കാടും പരിസ്ഥിതിയും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വരും തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുന്നു. വരും തലമുറയുടെ സ്വത്താണ് ഇത്തരം കാടുകൾ എന്ന ബോധവൽക്കരണ ക്ലാസുകളും പ്രകൃതി പഠന ക്യാമ്പുകളും നടത്തി വരുന്നു. ഇനി നമുക്കിതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. കാട്ടിലെ മൃഗങ്ങൾക്കും വേണ്ടി നടത്തിയ ഏക സമരം ഏതായിരുന്നു? സൈലന്റ് വാലി സംരക്ഷണ സമരം. ചീവിടുകൾ ചിലയ്ക്കാൻ മറക്കുമ്പോൾ എന്ന ലേഖനം ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? നദി തിന്നുന്ന ദ്വീപ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഏത് കൃതി വായിച്ചിട്ടാണ് ലേഖ ഉന്മാദം കൊണ്ടത്? ആരുടെ കൃതിയാണത്? ഒന്നാമത്തെ ആൻസർ NA നസീറിൻ്റെ കാടും ഫോട്ടോഗ്രാഫറും എന്ന ലേഖനമാണ്. സ്കൂൾ വിദ്യാർത്ഥി തന്നെ ആയിരുന്നപ്പോൾ KA ബീന എഴുതിയ സഞ്ചാരകൃതി ഏതായിരുന്നു? റഷ്യൻ പര്യടനത്തെ ആസ്പദമാക്കി 1981 പ്രസിദ്ധീകരിച്ച ബീന കണ്ട റഷ്യ ആയിരുന്നു ആദ്യ പുസ്തകം. 5. ചീവിടുകൾ ചിലയ്ക്കാൻ മറക്കുമ്പോൾ എന്ന ലേഖനം എന്തിനെ കുറിച്ചുള്ളതാണ്? അത് സൈലന്റ് വാലിയെ കുറിച്ചുള്ളതാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ. സൈലന്റ് വാലി കാടിൻ്റെ ആദ്യ പേരെന്തായിരുന്നു? സൈരന്ധ്രി വനം എന്നായിരുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് പുഴയുടെ കുറുകെയാണ് സൈരന്ധ്രിയിൽ അണക്കെട്ടുണ്ടാക്കാൻ ശ്രമിച്ചത്? കുന്തിപ്പുഴയുടെ. 8. സൈലന്റ് വാലി ദേശീയ പാർക്കാക്കി മാറ്റിയത് എന്ന്? 1984 ആ സമയത്ത് ഇന്ദിരാഗാന്ധി തുടക്കമിടുകയും രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇന്ദിരാഗാന്ധി മരിച്ചു 84. പിന്നെ രാജീവ് ഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. 9. എന്താണ് സൈലന്റ് വാലിയെ സമ്പുഷ്ടമാക്കുന്നത്? നിത്യഹരിത വനമാണിത്. നിരവധി മൃഗങ്ങളും നിരവധി ഔഷധ സസ്യങ്ങളും ചേർന്ന ജൈവവൈദ്യമാണ് സൈലന്റ് വാലിയെ സമ്പുഷ്ടമാക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ. സൈലന്റ് വാലിക്ക് ആ പേര് വരാൻ ഇടയാക്കിയ 2 കാരണങ്ങൾ ഏതെല്ലാം? ദ്രൗപദിയുടെ അപരനാമമായ സൈരന്ധ്രി വനത്തെ ബ്രിട്ടീഷുകാർ സൈലന്റ് വാലി എന്ന് വിളിച്ചു. സദാ ചിലയ്ക്കുന്ന ചീവിടുകളില്ലാത്ത കാടായതിനാൽ നിശബ്ദ താഴ്വര എന്ന അർത്ഥത്തിൽ സൈലന്റ് വാലി എന്നും ആകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. സൈലന്റ് വാലിയെ പ്രകൃതി പഠന ക്ലാസ്സിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് എന്തിന്? പ്രകൃതി സംരക്ഷിക്കേണ്ട ആവശ്യകത വരും തലമുറയ്ക്ക് അവരുടെ സ്വത്താണ് കാടെന്ന് അതുകൊണ്ടാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. പാത്രക്കടവ് എന്തിൻ്റെ ഓർമ്മയ്ക്കിട്ട പേരാണ്? ദ്രൗപദിയുടെ അക്ഷയപാത്രത്തിൻ്റെ ഓർമ്മയാണ്. 13. ഈ വനത്തിൽ ഏത് മൃഗമാണ് കൂടുതൽ കാണപ്പെടുന്നത്? സിംഹവാലൻ കുരങ്ങ്. അവിടെ വെടിപ്ലാവുകൾ ഉള്ളത് കൊണ്ടാണ്. 14. കാശ്മീരി പത്രപ്രവർത്തകനായ ഹാറൂൺ റഷീദ് ഷാ സൈലന്റ് വാലിയെ അനുഭവിച്ചറിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? 14. ഞാനിനി തിരിച്ചു പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. 15. സൈലന്റ് വാലിയിൽ നിന്നും തിരിച്ചിറങ്ങിയപ്പോൾ ലേഖിക കാടിനോട് യാത്ര പറഞ്ഞത് എന്തുകൊണ്ട്? ഇനിയും തിരിച്ചങ്ങോട്ട് പോകേണ്ടി വരുമെന്നുള്ളത് കൊണ്ട്. 16. ആവാസ വ്യവസ്ഥയുടെ സന്തുലനം നിലനിർത്താൻ സൈലന്റ് വാലിയിൽ മനുഷ്യർ എന്തുപോലെ പ്രവർത്തിക്കുന്നു എന്നാണ് ലേഖിക പറയുന്നത്? ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് ലേഖിക പറയുന്നത്.